കാലവർഷം കനത്ത് പെയ്യുകയാണ്, മഴ കോരിച്ചെരുകയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പുകൾ അതുപോലെ തന്നെ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ നിലവിലെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 ജില്ലകളിൽ അത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ മാപ്പിന്റെ സഹായത്തോടു കൂടി നമുക്ക് പരിശോധിക്കാം. 3 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. അത് കോഴിക്കോടും കണ്ണൂരും വയനാടും, ഈ 3 ജില്ലകളിൽ റെഡ് അലർട്ട് അതിതീവ്ര മഴ മുന്നറിയിപ്പ് അതുപോലെ തന്നെ തുടരും എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ 3 ജില്ലകളിൽ മാത്രമായിരുന്നു ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. ആ കണക്കിലും മാറ്റം വന്നിട്ടുണ്ട്. 8 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. യെല്ലോ അലർട്ട് നിലവിൽ ഉള്ളത് തിരുവനന്തപുരത്തും കൊല്ലത്തും അതുപോലെ ആലപ്പുഴയിലുമാണ്. ബാക്കി 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാവുന്നതുപോലെ തന്നെ വടക്കൻ കേരളത്തിൽ വലിയ തോതിൽ മഴ തുടരുന്നു, മഴക്കെടുതികളുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അത് കണ്ണൂരും കോഴിക്കോടും വയനാടുമാണ്. ഈ ജില്ലകളിൽ അതുപോലെ തന്നെ ജാഗ്രത തുടരേണ്ട അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ നേരത്തെ ജയലക്ഷ്മി സൂചിപ്പിച്ച മറ്റൊരു കാര്യത്തിലേക്ക്, ഈ നദികളിലൊക്കെ ക്രമാതീതമായി ഈ ജലനിരപ്പ് ഉയരുന്നത് കൊണ്ട് തന്നെ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നിർണായകമായിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം. അത് എവിടെയാണ് എന്നൊക്കെയാണ് പരിശോധിക്കാൻ പോകുന്നത്. കോട്ടയം ജില്ലയിലുള്ള മീനച്ചിൽ, അതുപോലെ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലുള്ള അച്ചൻകോവിൽ, മണിമല, ഈ നദികളിൽ ഓറഞ്ച് അലർട്ടാണ് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. പ്രളയ സാധ്യത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, ഒപ്പം കണ്ണൂർ ജില്ലയിലെ പെരുമ, മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, കാസർഗോഡ് ജില്ലയിലുള്ള ഉപ്പള, ഒപ്പം വയനാട് ജില്ലയിലെ കബനി, ഈ നദികളിൽ മഞ്ഞ അലർട്ട്, യെല്ലോ അലർട്ടും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കരയിലുള്ളവർ ജാഗ്രത പാലിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പ്രളയ സാധ്യതാ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. മഴ കനത്ത് പെയ്യുന്ന പശ്ചാത്തലത്തിൽ, ഈ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ നദികളിലേക്ക് ഒരു കാരണവശാലും ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒപ്പം ഈ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ പ്രദേശത്തുള്ളവർക്ക് ജാഗ്രത നൽകിയിട്ടുണ്ട്. എത്രയും കഴിയുന്നതും ആ വീടുകളിൽ നിന്ന് വിട്ട് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറി താമസിക്കുക.